ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലനും അതുപോലെ തന്നെ ദേവിയും കൂടിയിട്ട് വീട് വിട്ട് ഇറങ്ങുവാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. ആ സത്യം പറയണ അപ്പോൾ ആകെ തകർന്നു പോവാണ്. കണ്ണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരൊരുപാട് കുറ്റപ്പെടുത്തിയല്ലോ, മക്കളില്ലാത്തത് കൊണ്ടാണല്ലേ താങ്കളെ സ്നേഹിച്ചത് എന്നൊക്കെ വരെ ആ കുറുപ്പമ്മ അവനോട് പറഞ്ഞത് കളഞ്ഞ ആളാണല്ലോ ഈ കണ്ണൻ. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത കുറ്റബോധം, ഏറ്റവും കൂടുതൽ കുറ്റബോധം ഉള്ളത് കണ്ണനും അപ്പൂനുമാണ് കേട്ടോ. അതിനുശേഷം അഞ്ജലിയും അതുപോലെ തന്നെ അപ്പവും വളരെ വിഷമത്തിലാണ്. എല്ലാ ദിവസവും വിഷമത്തിൽ തന്നെ ഇരിക്കും. ശിവൻ അഞ്ജലിക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആകെ വിഷമത്തിലാണ്. ആ വീട് ഫുള്ളായിട്ട്. അപ്പുക്കാണെങ്കിൽ വല്ലാത്ത കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ തന്നെ അപ്പു അടിക്കുവാണ് മുഖത്തൊക്കെ. ആ സമയത്ത് ഹരി പറയേണ്ടത് ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ദേവി എടുത്തിട്ട് പോയി മാപ്പും സോറിയൊക്കെ പറയണമെന്ന്, നിനക്ക് അപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്തായി മനസ്സിലായില്ലേ എൻ്റെ ഏടത്തിയുടെ മനസ്സിൻ്റെ വലിപ്പം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ 2-3 ദിവസം അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഒരു ബുധനാഴ്ച ആകുമ്പോഴേക്കും, അതായത് ക്ലൈമാക്സ് ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ ബുധനാഴ്ചയോട് കൂടി തന്നെ പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങളെല്ലാം തന്നെ തീരുവാണ്. വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണത്. വർഷങ്ങൾക്ക് ശേഷം ദേവിക്കും ബാലനും ദൈവകൃപ കൊണ്ടിട്ട് ഒരു കുഞ്ഞുണ്ടാവാണ്. തമിഴിലെയും തെലുങ്കിലെ പോലെ തന്നെ ഒരു ആൺകുട്ടിയായിരിക്കും ദേവിക്കും ബാലനും ഉണ്ടാവുന്നത്. അതിനുശേഷം അവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. നമ്മുടെ അഞ്ചുക്കും കുഞ്ഞുണ്ടാവുന്നുണ്ട്, അപ്പക്കും കുഞ്ഞുണ്ടാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് തന്നെ ആവാൻ വേണ്ടിയിട്ടായിരിക്കും സാന്ത്വനം. ഒരു ലാസ്റ്റ് അങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. എല്ലാവർക്കും കുഞ്ഞുങ്ങളും അതുപോലെ സന്തോഷമായിട്ടിരിക്കുക. കണ്ണനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി നല്ല നിലയിൽ എല്ലാവരും എത്തി. നമ്മുടെ ഹരി ആണെങ്കിൽ കൊച്ചിയിലുള്ള ആ ഒരു മാർക്കറ്റിംഗ് കമ്പനി ജോലി ചെയ്തു. ഹരി പിന്നീട് ബിസിനസ് തുടങ്ങി. അങ്ങനെ എല്ലാവരും വലിയൊരു നിലയിലെത്തുന്ന ഒരു ഭാഗത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ എന്തായാലും ഈ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഒരു ക്ലൈമാക്സ് എപ്പിസോഡിന് വേണ്ടി. ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് രാത്രി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.